അച്ഛനിത് എങ്ങോട്ടാ പോണേ? അച്ഛന്റെ രാമുവാണ്. ഇത് ആരൊക്കെയാന്ന് നോക്കിയേ. ഒരിക്കലും ഒരു കത്തിന് പോലും മറുപടി കിട്ടിയില്ലെങ്കിലും നിനക്ക് കത്തെഴുതുമ്പോൾ നിങ്ങളോടൊക്കെ സംസാരിച്ചിരിക്കുന്ന സുഖവും ധൈര്യവും ഞാൻ അനുഭവിച്ചിരുന്നു. ഞാൻ അയച്ച എല്ലാ കത്തുകളും നീ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതും കീറിക്കളയാതെ നീ വായിക്കുന്നത് എനിക്ക് കാണാം. നന്ദി രാമു, നന്ദി. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, അച്ഛൻ. ഞാൻ അയച്ച എല്ലാ കത്തുകളും നീ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതും കീറിക്കളയാതെ നീ വായിക്കുന്നത് എനിക്ക് കാണാം. നന്ദി രാമു, നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, അച്ഛൻ. സാറെന്നെ വിളിച്ചോ? ഇല്ല. ബെല്ലടിച്ചല്ലോ. ബെല്ലോ? ബെല്ല് അടിച്ചില്ലല്ലോ. എന്നെ തിരക്കി ആരെങ്കിലും വന്നോ? ഇല്ല. താനൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ? ദൂരെ ട്രെയിനിന്റെ ശബ്ദം പോലെ എന്തോ ഒന്ന്. റെയിൽവേ ട്രാക്ക് 4-5 കിലോമീറ്റർ ദൂരെയല്ലേ സാറേ? നല്ല ഉയരമുള്ള കെട്ടിടമല്ലേ, ചിലപ്പോ കേട്ടെന്ന് വരും. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ ഡോക്ടറെ. ഇപ്പം മരുന്നടിച്ചല്ലേ ഉള്ളൂ. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ. 5 സെക്കൻഡ്. 1, 2, 3, 4, 5. അയ്യോ, എനിക്കിപ്പോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഈ എന്റെ കാഴ്ച പോയി ഡോക്ടറെ. സിസ്റ്റർ സെഡേറ്റിംഗ് എടുക്കൂ. എന്റെ കാഴ്ച പോയി, എന്റെ കാഴ്ച പോയി.
യെസ് രാമനാഥൻ, കോണ്ടിനെന്റൽ ബിൽഡേഴ്സിന്റെ ഗസ്റ്റ് ഹൗസ് അല്ലേ ഇത്? ഓ രാമനാഥൻ സാർ, J17 10ാം നിലയിലാ, 10th ഫ്ലോർ. 10ാം നില. J17. ഇത് രാമനാഥന്റെ വീടല്ലേ? അതെ, ആരാണ്? ഞാൻ ഡോക്ടർ ജോൺ മത്തായി. ദിസ് മൈ കാർഡ്. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇല്ല, പരിചയപ്പെടാൻ വന്നതാ. പ്ലീസ് വെയിറ്റ്. ഓ, ആരാ മോളെ അത്? ഒരു ഡോക്ടർ ജോൺ മത്തായി, സൈക്കാട്രിസ്റ്റാ. ഇനി അവിടുന്നെങ്ങാനും ആണോ? തിരുവനന്തപുരത്തുനിന്ന് അച്ഛൻ പറഞ്ഞു വിട്ട ആളാണോ? അല്ല, ഇത് ഡോക്ടർ ജോൺ മത്തായി, തിരുവല്ലായിന്നാ, മാന്നാർ. എങ്ങനെ രാമുവിനെ വിളിക്ക? 3 ദിവസമായിട്ട് ഊന്നും ഉറക്കമില്ലാതെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ തന്നെയാ. രാമു, ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ഡോക്ടറാണ്, ജോൺ മത്തായി. ആരാ? എന്താ? പരിചയമുള്ള ആളല്ല. പിന്നെന്തിനാ വന്നേ? ഒരു സൈക്കാട്രിസ്റ്റാണ്. ഹലോ, മിസ്റ്റർ രാമനാഥൻ. രാമു അങ്ങനെയല്ലേ പേര്? അതെ. ക്ഷമിക്കണം, ആരും പോകരുത്. രാമുവിനെ മാത്രമല്ല, ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണാനാ വന്നത്. രാമുവിൻ്റെ അമ്മയും ഭാര്യയുമാണല്ലേ? ഞാൻ ഡോക്ടർ ജോൺ മത്തായി, ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റാണ്. ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഇപ്പോ റിസർച്ച് ഗൈഡായി പ്രവർത്തിക്കുന്നു. കുറച്ചുകൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ സ്കിസോഫ്രീനിയെ കുറിച്ചുള്ള റിസർച്ച്. ചിത്തഭ്രമം. എൻ്റെ ഒരു പഴയ പേഷ്യൻ്റ് മിസ്റ്റർ ശങ്കരനാരായണന്റെ മുറിയിൽ നിന്നാണ് എനിക്ക് നിങ്ങളുടെ മേൽവിലാസം കിട്ടുന്നത്. പകുതിയും മുക്കാലും എഴുതി പോസ്റ്റ് ചെയ്യപ്പെടാത്ത കത്തുകൾ. മോനെ രാമു, ഇന്നലെ അയ്യപ്പൻ വന്നിരുന്നു. ഇതുവരെ 7 കത്തയച്ചു, ഒന്നിനും മറുപടി വന്നില്ല. കത്ത് രാമുവിന് കിട്ടാഞ്ഞിട്ടാണോ അതോ? എനിക്കാരോടും പിണക്കമില്ല, പകയുമില്ല. ഞാനിതിലും വലിയ ശിക്ഷ അർഹിക്കുന്നു. ശങ്കരനാരായണൻ ഏതാണ്ട് 15 വർഷത്തോളം മാനസിക രോഗ ആശുപത്രിയിലെ അന്തേവാസിയായിരുന്നു. അയാളെ തേടി ഒരിക്കൽ പോലും ബന്ധുക്കളാരും വന്നതായി ആശുപത്രി രേഖകളിൽ കാണുന്നില്ല.
കടുത്ത മാനസിക രോഗികളെ ബന്ധുക്കൾ ആശുപത്രികളിൽ ഉപേക്ഷിച്ച് കളയുന്നത് സാധാരണ കാഴ്ചയാണ്, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ. ആരും തേടി വന്നില്ല എന്ന് വെച്ച് ഉടയവരില്ലാത്തവനാണ് ശങ്കരനാരായണനെന്ന് ഞാൻ കരുതുന്നില്ല. ശങ്കരനാരായണൻ മരിച്ചു കഴിഞ്ഞ മാസം 16-ാം തീയതി. ആശുപത്രിയുടെ 10ാം നിലയിൽ നിന്നും ശങ്കരനാരായണൻ താഴേക്ക് വീഴുകയായിരുന്നു. ശങ്കരനാരായണന്റെ കത്തുകളിൽ ഇടയ്ക്കിടെ രാമു എന്നൊരു സംബോധന കണ്ടതല്ലാതെ താങ്കൾ അദ്ദേഹത്തിന്റെ ആരാണെന്ന് സൂചനകളൊന്നുമില്ല. ആദ്യം അഡ്മിറ്റ് ചെയ്തപ്പോൾ ആശുപത്രി രേഖകളിൽ ഒപ്പിട്ടിരിക്കുന്നത് ഒരു എസ് രാമനാഥനാണ്. അത് നിങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാമു ശങ്കരനാരായണന്റെ മകനാണോ? ആണോ? രോഗിയുടെ ഡയറിയിൽ ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ട പേരുകാരൻ എന്ന നിലയ്ക്കാണ് ഞാൻ രാമുവിനെ കാണാൻ വന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരാണെങ്കിലും ഒരു കാര്യം അറിയുക. അതറിയിക്കാൻ മാത്രമാണ് മേൽവിലാസം തേടിപ്പിടിച്ച് ഞാൻ വന്നത്. അത്യപൂർവമായ ഒരു തരം ചിത്തഭ്രമത്തിനടിമയായിരുന്നു ശങ്കരനാരായണൻ. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകരും എന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. ശങ്കരനാരായണന്റെ അമ്മയും അമ്മാവനും ഇതേ രോഗത്തിന് അടിമകളായിരുന്നു. അവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മക്കളടക്കമുള്ള അടുത്ത ബന്ധുക്കളാരും ശങ്കരനാരായണനെ തേടി വരാത്തതിന് ഒരു കാരണമുണ്ട്. അവരാരും ദുഷ്ടന്മാരോ അലിവില്ലാത്തവരോ ആയതുകൊണ്ടല്ല, അവരെല്ലാം ഇതേ രോഗത്തിന്റെ വിത്തുകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. സ്നേഹം, മനുഷ്യബന്ധങ്ങൾ, ഇതൊക്കെ ഇത്തരം രോഗികളിൽ കുറവായിരിക്കും. എന്നാൽ ശങ്കരനാരായണനെ കാണാൻ ഒരു സ്നേഹിതൻ വരുമായിരുന്നു, അയ്യപ്പൻ. അയാൾ മാനസിക രോഗിയായിരുന്നില്ല. അതുകൊണ്ടാണ് സ്വന്തം കൂട്ടുകാരനോട് അയാൾക്ക് ദയവുണ്ടായത്. സോറി, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ ഇത്തരം ചിത്തഭ്രമത്തിന് പിന്നീട് ചികിത്സ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ശങ്കരനാരായണന് മക്കളോ അടുത്ത ബന്ധുക്കളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ അറിയാമെങ്കിൽ അവരും ഈ രോഗബാധയുടെ അപകട മേഖലയിലാണെന്ന് അറിയുക. കഴിയുമെങ്കിൽ അവരെ ഈ വിവരം അറിയിക്കുക. ഏർലി സ്റ്റേജിൽ ചികിത്സ തുടങ്ങിയാൽ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷെ. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും എൻ്റെ ഒരു നിരീക്ഷണം പറയാം. ഒരു രോഗിയുടെ മരണശേഷമാണ് സാധാരണയായി അടുത്ത തലമുറയെ ഈ രോഗം ശരിക്കും ബാധിച്ചു തുടങ്ങാറുള്ളത്. ദൈവകോപം എന്നൊക്കെ പഴമക്കാർ പറയും. സ്പെസിഫിക്കായി പറഞ്ഞാൽ തലമുറകളുടെ കർമ്മദോഷം അല്ലെങ്കിൽ പാപഭാരമാണ് മാനസിക രോഗങ്ങൾക്ക് കാരണം. രോഗശമനം ലഭിക്കാതെ, ജീവിത സുഖങ്ങൾ അനുഭവിക്കാതെ, സ്വന്തം ദൗത്യങ്ങൾ നിർവഹിക്കാതെ, കാലസമ്പൂർണത എത്താതെ ഒരു രോഗി മരണത്തിന് അടിമപ്പെടുമ്പോൾ അയാളുടെ ആത്മാവ്, സോൾ അല്ലെങ്കിൽ കോൺഷ്യസ്നസ്, അത് മരണപ്പെടുന്നില്ല. ഒരു ശരീരം മരിക്കുമ്പോൾ മരണമില്ലാത്ത ആത്മാവ് ജീവനുള്ള അടുത്ത ശരീരത്തെ തേടുന്നു. മരിക്കുന്ന ആ ഒരു പോയിന്റിൽ മാത്രമല്ല, ജീവിച്ചിരിക്കെ തന്നെ ആത്മാവിൻ്റെ ട്രാൻസ്ഫറിങ് ആരംഭിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന തൊട്ടടുത്ത ബന്ധുക്കളിലാണ് മരിച്ചവരുടെ ആത്മാവ് പിന്നീട് വസിക്കുന്നത്. സഹോദരങ്ങളിൽ, മക്കളിൽ, മക്കളുടെ സ്ഥാനമുള്ള തൊട്ടടുത്ത രക്തബന്ധങ്ങളിൽ.
മാനസിക രോഗങ്ങൾ മാത്രമല്ല, എല്ലാ പാരമ്പര്യ രോഗങ്ങളും, സ്വഭാവ വൈചിത്ര്യങ്ങളും, അഭിരുചികളും, കഴിവുകളും, കഴിവുകേടുകളും എല്ലാം ആത്മാവിന്റെ തുടർ പ്രക്രിയയാണ്. എവിടെയാ അമ്മ? ആരുമില്ലേ അമ്മ? അമ്മ തൊണ്ട വരളുന്നു, വെള്ളം വേണം അമ്മ. ആരുമില്ല. ഫ്രിഡ്ജ് അവിടെ, ഫ്രിഡ്ജ് അവിടെ. അമ്മ കാണിക്കുന്നു.